നോമ്പ് 6-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ലാസറിനെ ഉയർപ്പിക്കുന്നു. പത്രോസിന്റെയും തോമസിന്റെയും വിശ്വാസ പ്രഖ്യാപനം മർത്തായും ഇവിടെ ഏറ്റുപറയുന്നു. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ 11:27. ലാസറിന്റെ മരണം ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്നതിനും വേണ്ടിയാണെന്നതിനാൽ യാത്ര അവൻ സ്വയം നീട്ടിവെച്ചതാണെങ്കിലും സഹോദരിമാരുടെ ദുഃഖം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പാപഭാരത്താലും മരണദുഃഖത്താലും ഹൃദയം തകർന്ന മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദൈവത്തിന്റെ പ്രതിരൂപമാണ് യേശു. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ഘട്ടങ്ങൾ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവേ എന്ന് സംബോധന ചെയ്തു. മത്തായി 26:39, മർക്കോസ് 14:36, ലൂക്ക 10:21. കൃതജ്ഞതാ പ്രകാശനം നടത്തി. പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പ്. എന്നിട്ട് അവൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ഇത് അവസാന വിധിനാളിൽ മനുഷ്യപുത്രന്റെ സ്വരം കേട്ട് കല്ലറകളിൽ നിന്ന് വീണ്ടും പുറത്തു വരുന്ന യുഗാത്മക ചിന്തയെ അനുസ്മരിപ്പിക്കുന്നു. പാപമാവുന്ന മരണത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരും യേശുവിന്റെ വിളി കേട്ട് പാപമാർഗം ഉപേക്ഷിച്ച് യേശു മാർഗത്തിലേക്ക് തിരിച്ചു വന്നാൽ ജീവിക്കുമ്പോൾ തന്നെയുള്ള ഒരു രണ്ടാം ഉയർപ്പുമാണ് സംഭവിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള ഈ രണ്ടാം ഉയർപ്പാണ് ദൈവം നൽകുന്ന